Tato pito, tato pito, tato pito, tato pito. Tatatata. പിത്തത്തത്തത്താ. ഒന്നങ്ങ് വെച്ചെന്നാലേ അയ്യോ വെത്തെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും. ചേട്ടാ അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? ഞാനൊരു പാട്ട് പാടി ഡാൻസ് കളിച്ചല്ലേ. എന്താ ചേച്ചി എന്താ പറ്റി? നിനക്കൊന്നും അറിയില്ലേ? നിനക്കൊന്നും അറിയില്ലേന്ന്? അയ്യോ എന്താ ഇപ്പം ഉണ്ടായേ? നിന്നോടാ. എന്താ ചേച്ചി? ചേച്ചിക്ക് എന്താ പ്രശ്നം? നീ ഇങ്ങോട്ട് നോക്കിയേ. ആ ചേച്ചി നോക്കിയല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ. എന്തേ പൊട്ട് തീർന്നു പോയാ? വേണോ? പാറു ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. അയ്യോ ഇതിനെന്താ വട്ടായോ? എടി എടി നീ ഇവിടെ നിന്ന് ഒച്ചത്തെ അങ്ങനെ ശരിയാവും. ഞാൻ എത്രാം ക്ലാസ്സിലാന്ന്? പത്തല്ലേ? ആ അതെ, ആ ബോധം നിനക്ക് വേണം. ഇവിടെ കണ്ട് ഊളിയിട്ടൊന്നും നടക്കാനൊന്നും പറ്റില്ല. എനിക്ക് പഠിക്കണം കേട്ടല്ലോ. ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ചേച്ചി ഞാൻ പറഞ്ഞേക്കാം, എനിക്കിപ്പോ പരീക്ഷയില്ല. ചേച്ചി മാത്രമേ പരീക്ഷയുള്ളൂ. അപ്പൊ ചേച്ചി എന്ത് ചെയ്യണം? അടങ്ങി ഒതുങ്ങി റൂമിൽ പോയിരുന്ന് പഠിക്കണം. അല്ലാണ്ട് എന്റെ പുറകെ നടന്ന് ഒച്ച എടുക്കുന്നുണ്ടോ ഉള്ളിയിടുന്നുണ്ടോ എന്ന് നോക്കി നടന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ. ഇത് എനിക്ക് വെക്കേഷനാ. അതിന് അപ്പൊ ഞാൻ ഊളിയിടും കൊരവിടും. ചേച്ചിക്കെന്നാ? പഠിക്കേണ്ടവര് എവിടെയാണേലും ഇരുന്ന് പഠിക്കും. അല്ലാണ്ട് ഊട്ടായ്പും കൊണ്ട് ഇങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞു നടക്കില്ല കേട്ടോ. അത് ശരി, കളിച്ച് നീ എങ്ങോട്ടാന്ന്? എനിക്ക് എന്തോരം പഠിക്കാൻ കിടക്കണമെന്ന് എനിക്കറിയോ? എന്റെ കെമിസ്ട്രിയുടെ ബുക്ക് പോലും കാണുന്നില്ല. ഉത്തരവാദിത്തം വേണം, ഉത്തരവാദിത്തം. അത് ഇല്ലാത്തപ്പോ പലതും കാണൂല കേട്ടോ. എനിക്ക് നിന്നെ നല്ലോണം അറിയാം. എനിക്ക് ഫുൾ A+ കിട്ടാണ്ടിരിക്കാൻ നീ തന്നെ എടുത്ത് മാറ്റി വെച്ചായിരിക്കും. അതാണല്ലോ എന്റെ പണി. അത് തന്നെയാ നിന്റെ പണി. ഒന്നങ്ങ് പിടിച്ച് പൊട്ടിച്ചാലുണ്ടല്ല 10 ദിവസം പരീക്ഷ എഴുതൂല കേട്ടല്ലോ. മര്യാദ ഞാനും മര്യാദ. അല്ലടാ ഇതെങ്ങോട്ട്? അമ്മേ അമ്മേ ഇനി വന്നേ. അയ്യോ അമ്മ വന്ന കണക്കിന് കിട്ടും. ഇപ്പൊ മുങ്ങുന്നതാ നല്ലത്. അമ്മ വന്നിട്ട് പോവാ. മനുഷ്യനോട് പഠിച്ച് മടുത്തിരിക്കുമ്പോഴാ ഡാൻസും പാട്ടും എന്തൊക്കെയാണ് എന്തായാലും സംഭവം ഏറ്റി. ഇനി അവളെ എവിടെയെങ്കിലും അടങ്ങിയിരുന്നോളൂ. എന്തൊരു സമാധാനം. പിന്നെ അല്ല, അയ്യോ പഠിച്ചിട്ടൊന്നും തീരുന്നില്ലല്ലോ. അയ്യോ എന്തോ രസമാണ് പഠിക്കാൻ കിടക്കുന്നേ. അയ്യോ 3 എസ്സേയും കൂടിയുണ്ട്. ഇനി ഇതും കൂടി പഠിച്ച് തീർത്തിട്ട് വേണം പോകാൻ. ഏതേലും 2 പഠിക്കാം, അതിൽ ഒരെണ്ണേ വരത്തുള്ളൂ. അയ്യോ ഈശ്വരാ ഇത് വരണേ ഇത് വന്നാൽ മതിയേ. മറ്റേ വരല്ലേ. ആള് നീ പഠിച്ചു കഴിഞ്ഞോ? എന്തായി? അത് പിന്നെ അമ്മേ ഞാൻ പഠിച്ചോണ്ടിരിക്കായിരുന്നു. എല്ലാം പഠിക്കണം, ഒന്നും വിട്ടുപോകരുത് കേട്ടല്ലോ. എല്ലാം ഒന്നുകൂടി വായിച്ച് പഠിച്ചിട്ടൊക്കെ പോയാ മതി. അയ്യോ ഇപ്പൊ ആലോചിച്ചിട്ട് പേടിയാവണം. നല്ലോണം പരീക്ഷ എഴുതിക്കണം കേട്ടല്ലോ. എനിക്കറിയില്ല, കോപ്പി അടിച്ചിട്ടാണെങ്കിൽ പാസ്സായിക്കോണം കേട്ടല്ലോ. കോപ്പിയോ? ഈ അമ്മ ഇതെന്താ പറയുന്നേ? അല്ല, നിന്റെ ഇരിക്കുന്ന പേപ്പർ കണ്ടിട്ട് ഞാൻ പറഞ്ഞതാ. അയ്യോ അമ്മ, ഞാനിത് പഠിക്കാൻ വേണ്ടി എഴുതി വെച്ചേക്കുന്നതാ. എന്നിട്ടാണ് ഇത്ര ചെറുതായിട്ട് കുരുകുരാന്നാണോ അടി പഠിക്കാൻ വേണ്ടി എഴുതി വെക്കുന്നത്? ഇനി ഇത് കട്ട് ചെയ്തോണ്ട് പോകാൻ വേണ്ടിയല്ലേ? അയ്യോ അമ്മ, സത്യമായിട്ട് എനിക്കിങ്ങനെ ചെറുതായിട്ട് മടക്കി എഴുതിയാലേ പഠിക്കാൻ പറ്റുള്ളൂ. എന്നാ മക്കൾക്ക് കൊള്ളാം, പിടിക്കപ്പെട്ട അറിയാലോ. അനാവശ്യ പരിപാടിയൊക്കെ ഒന്നും പോകരുത് കേട്ടല്ലോ. അല്ല അമ്മയല്ലേ പറഞ്ഞേ ചെറുതായിട്ട് കോപ്പിയൊക്കെ അടിച്ചോളാൻ. അമ്മടാ ഇവളുടെ മനസ്സിരിപ്പ് കണ്ടോ? ഇതറിയാൻ വേണ്ടി ഞാൻ നോക്കിയതാ. എന്റെ പൊന്നു ഭഗവാനെ, കൊച്ചു കൈവിട്ട് പോയല്ലോ. ഇല്ല അമ്മേ, ഞാൻ പഠിച്ചോളാം. എനിക്കിനി കുറച്ചുകൂടി നോക്കാനുണ്ട്. ലാസ്റ്റ് സമയത്ത് വെച്ചേക്കോണോ? പോയിരുന്നു പഠിക്കടി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. ഞാനൊന്ന് ഉറങ്ങട്ടെ. ചേച്ചി പോയോ? എന്റെ പൊന്നേ, പിന്നെ അമ്മ ഇവിടെ കിടന്നുറങ്ങണേ. ഇപ്പൊ തട്ടി വീണാനെ. ഇത് കൊച്ചേ അപ്പറയാനും പോയിരിക്കും. അമ്മേ ഞാൻ അവിടെ കിടന്നുറങ്ങണേ. എങ്ങാടി കൊച്ചേ, അമ്മ ഇച്ചിരി നേരം ഉറങ്ങട്ടെ. അമ്മേ ഞാൻ പറഞ്ഞേക്കാം. ഒത്തില്ല അമ്മേ, ഞാൻ അമ്മയുടെ ഇവിടെ കിടന്നാട്ടെ. അത് പിന്നെ ചോദിക്കണോ? എനിക്ക് കിടന്നൂടെ? എന്റെ ചക്കയമ്മ, എത്ര നാളായി ഇങ്ങനെ കിടന്നിട്ട്. കിടക്കണമെങ്കിൽ കൊള്ളാം, വായടിച്ച് മിണ്ടാണ്ട് കിടന്നു. അത് പിന്നെ പറയണം അമ്മേ ഇന്നെന്താ കഴിക്കാൻ? ഇതിനെ കൊണ്ട് പറയാം. ഇന്ന് എന്താ കഴിക്കാൻ? ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല, ചോറും മുട്ട പൊരിച്ചതും പപ്പടവും ഉള്ളൂ. പണ്ടൊക്കെ അമ്മേൻ്റെയൊക്കെ തന്നെ ആ മോരുകൂട്ടൻ, അതിൻ്റെ ഒരു സാധേ. ജനിച്ചിട്ട് 3 വെള്ളിയാഴ്ച ആയില്ലല്ലോ, അപ്പോഴേക്ക് മോരുകൂട്ടാൻ്റെ ഒരു സ്വാദ്. അമ്മ കേക്ക് മോരും കുറച്ച് കടുക് പൊട്ടിച്ചൊക്കെ ഇട്ടാ എന്ത് സൂപ്പറാ. എന്തിനാമേ മുട്ട പൊരിച്ചതും പപ്പടവും? മടുത്ത് കൊച്ചേ കിടന്നുറങ്ങാമെങ്കിൽ ഉറങ്ങിക്കോ.
അതൊക്കെ ഒരു കാര്യമായിരുന്നു. വെക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ അമ്മ എന്തൊക്കെയാ ഉണ്ടാക്കി തന്നെ. ഇപ്പം അമ്മ ഈ മടിക്കായെന്നാ തോന്നണം. പാറു അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളു. വിശേഷപ്പെട്ടതൊക്കെ കിട്ടാൻ സമയമായിരിക്കുന്നു. അമ്മ ഇറങ്ങിക്കോ, അതാ നല്ലത്. നമുക്ക് കെട്ടിപ്പിടിച്ചിറങ്ങാം. അമ്മേ ഇതെന്താ? എന്താ മാളു? അമ്മയും പാറും കൂടി കിടന്നുറങ്ങണേ? ചേടാ, ഒന്ന് ക്ഷീണം തോന്നിന്ന് കിടന്നേ ഉള്ളൂ. എനിക്ക് പരീക്ഷയില്ല അമ്മേ. പോയിരുന്നു പടി. ഇങ്ങനെയൊക്കെ കാണിക്കാവോ? എന്ത് കാണിച്ചെന്നാ? എന്തൊരു സുഖം. അമ്മേ, എനിക്ക് അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടക്കണം. ആ ബേറ്റയെ കൂടി കിടത്തേ. ദേ പറഞ്ഞേക്കാം, പോയിരുന്നു പഠിച്ചോ, വേഗം വിട്ടോ. അതെ, എരിയെ കൂടി കിടത്തവേ. എനിക്ക് പഠിച്ചു പഠിത്തവേ. നിങ്ങളൊക്കെ ഇങ്ങനെ തൂക്കി കിടക്കണേ. സമ്മതിക്കൂല. വലിയ മൂരൂട്ടാനുണ്ടാക്കാം, സമാധാനം കിട്ടുമല്ലോ. സുഖം അങ്ങ് പോയി. എന്തൊക്കെ കാണണമെങ്കിൽ അമ്മേ, മീനും കൂടി പൊരിച്ചോട്ടോ. എന്താ ഒരു കലണ്ടടിച്ചു വെച്ചാ? അയ്യോ അമ്മ, ബോറടിക്കണേ. ഇവിടെയൊക്കെ അങ്ങ് അടുക്കി പറക്കി വെച്ചാലോ. ചേച്ചിക്ക് എക്സാം ആയതുകൊണ്ട് ഒരു രസമില്ല. അതങ്ങ് കഴിഞ്ഞായിരുന്നു. എനിക്ക് എവിടെയൊക്കെ പോയി കറങ്ങിയടിച്ച് നടക്കായിരുന്നു. 10 പരീക്ഷയെ ഇത് 3 എണ്ണമൊക്കെ മതിയായിരുന്നു. ഉറക്കം വന്നിട്ട് മതിയല്ലോ. അയ്യോ പാറു എന്നാടി ഇവിടെ വരാൻ പാടില്ലേ? ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാൻ വേണ്ടി വന്നതാ. ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാ ഞാൻ പുറത്ത് പോയി കളിക്കാൻ പോവാം. ഈ ചൂടെത്തോ? ചേട്ടാ, ടി വി എങ്കിലും കണ്ടോട്ടെ. ടി വിയോ? ഒച്ചയൊന്നും വെക്കാൻ പാടില്ല. ഞാനേ മ്യൂട്ടടിച്ച് ടി വി കണ്ടോളാം കേട്ടോ. ചേട്ടാ, അവിടെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ. പിണക്കണ്ട. എടി നിന്നെ നീ ഒരു അരമണിക്കൂർ ടി വി ഒക്കെ കണ്ടോ കേട്ടോ. ഹായ്, സത്യമാണ് ചേച്ചി. ഞാൻ കണ്ടോട്ടെ? ചേച്ചി അമ്മയോട് പറയോ ഞാൻ ശരിയാവോ ചേച്ചിക്ക്? ഇല്ലടി, ഒരു ശരിയല്ല. നീ കണ്ടോ? നീ എത്ര വേണേലും കണ്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ലേ. ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. ചേച്ചിക്ക് ഇതൊന്നും പറ്റി ഇത്ര പെട്ടെന്നൊരു മാറ്റം? നിനക്ക് വെക്കേഷനൊക്കെ അല്ലേ? നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നേ? ഞാൻ ഈ 10 പരീക്ഷയും കഴിഞ്ഞ് നിന്റെ കൂടെ അടിച്ചു വിളിക്കാം. ചേച്ചിയാണോ ഈ പറയുന്നേ? ആടി, നീ പൊക്ക. അല്ല, ചേച്ചി എന്താ പഠിക്കാൻ വന്നേ? അത് പിന്നെ ഉണ്ടല്ലോ അടി, കുറേ നേരമായി വായിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് മടുത്ത്. ഞാനൊരു 20 മിനിറ്റ് ഒന്ന് ഉറങ്ങട്ടെ. യു മീൻ ഞാപ്പ്? അതെ, ഞാനൊരു ഞാപ്പ് എടുത്തിട്ട് വരാം. നീ ചെല്ലേ. അതായിരുന്നാ? ചേച്ചി ഇറങ്ങിയോ? എത്ര നേരം ഇറങ്ങിക്കോ കേട്ടോ. പയ്യെ എണീറ്റാൽ മതിയേ. പാവം, ഇതിനെയാണല്ലോ ഞാൻ വിറപ്പിച്ചത്. എന്തൊരു മനസമാധാനം. അമ്പിക്കേ, വന്നോ? ഇവിടെ വന്നോ? അങ്ങനെ പിണങ്ങാതെ കേളിപ്പെണ്ണേ. എന്താ സോപ്പൊക്കെ? അമ്മേ, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? വേഗം പറ. അമ്മേ, ഈ 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമല്ലേ? അതേലോ, അതാണല്ലോ നമ്മുടെയൊക്കെ ഭാവി തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമ്മേ, ചേച്ചിയുടെ ഭാവി വർത്തമാനമായി പോകുന്നാ തോന്നുന്നത്. അതെന്താ പറ അങ്ങനെ ഒരു വർത്തമാനം? അതല്ലമ്മേ, ഇപ്പം എത്ര ഇരുന്ന് പഠിച്ചാലും മതിയാവില്ല. അത്രയ്ക്ക് പഠിക്കാനുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എന്തോരം നേരം ഇരുന്ന് പഠിക്കണേ. അവർക്ക് സ്പെഷ്യൽ ട്യൂഷൻ വരെയുണ്ട്. അത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചേച്ചി കൈവിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്താ കാര്യം പറ. അമ്മേ, ചേച്ചി പഠിക്കാന്ന് പറഞ്ഞേ അവിടെ പോയി കിടന്ന് മുക്കറായിട്ട് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങുന്നോ? ആര്? മാളുവോ? അതെ, അമ്മയുടെ ഓമനപുത്രി മാളു. ചെല്ലമ്മേ ചെല്ല്. ഇന്ന് ഞാൻ അവളെ 2 ചക്കവറ തിന്നിട്ട് പോകാം.